പ്രിയപ്പെട്ട ഫാർമസിസ്റ്റ് സുഹൃത്തുക്കളെ, ഞാൻ മുബീറാണ്. ഫാർമാഫെഡിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്. ഞാനിപ്പോൾ ഒരു വീഡിയോയിൽ വന്നിട്ടുള്ളത് ഫാർമാഫെഡ് സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം ജില്ലാടിസ്ഥാനത്തിൽ RX മീറ്റ് നടത്തിവരികയാണ്. അതായത് ജില്ലാ സമ്മേളനങ്ങളല്ല സംഘടന നടത്തുന്നത്, RX മീറ്റാണ് സംഘടന നടത്തി വരുന്നത്. ഈ RX മീറ്റ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ജില്ലയിലെ മുഴുവൻ ഫാർമസിസ്റ്റുകളെയും ഉൾപ്പെടുത്തിക്കൊണ്ട്, അതായത് ജില്ലകളിലുള്ള ഫാർമസിസ്റ്റുകൾക്ക് പ്രൊഫഷണലി അപ്ഡേറ്റ് ആവാനും തൊഴിൽപരമായിട്ടുള്ള വിഷയങ്ങളിൽ ചർച്ച ചെയ്യാനും അതിന് പരിഹാരമുണ്ടാക്കാനും അതൊക്കെ കൃത്യമായ രീതിയിൽ പ്ലാൻ രൂപീകരിച്ച് സംഘടനാ പ്രവർത്തനം കൂടുതൽ കാര്യക്ഷമമാക്കുക എന്നുള്ളതാണ് ഈ RX മീറ്റ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ ജില്ലകളിലും നടത്തുമ്പോൾ അവിടുത്തെ ഡ്രഗ് ഇൻസ്പെക്ടർമാർ ഉൾപ്പെടുത്തിക്കൊണ്ട്, അല്ലെങ്കിൽ കോളേജ് അധ്യാപകർ ഉൾപ്പെടുത്തിക്കൊണ്ട്, അല്ലെങ്കിൽ ഈ മേഖലയുമായി ബന്ധപ്പെട്ട് ഫാർമസിസ്റ്റുകളുടെ നോളജ് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ക്ലാസ്സുകളും കൂടെ സംഘടിപ്പിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇത് പൂർണ്ണമായിട്ടും ഫാർമാഫെഡ് CITU സംഘടന നടത്തുന്ന പരിപാടിയാണ്. അതുകൊണ്ട് തന്നെ ഈ പരിപാടിക്ക് സർട്ടിഫിക്കറ്റ് സംഘടന നൽകുന്ന സർട്ടിഫിക്കറ്റാണ് മുഴുവൻ ഫാർമസിസ്റ്റുകൾക്കും നൽകുക. അത് 21-ാം തീയതി വയനാട് പരിപാടി കഴിയുന്നതോടുകൂടി ഏകദേശം ഇതിൻ്റെ ഒരു പിക്ചർ മുഴുവൻ ഫാർമസിസ്റ്റുകൾക്കും ലഭിക്കുന്നതായിരിക്കും. എല്ലാ ഗ്രൂപ്പുകളിലേക്കും അത് ഷെയർ ചെയ്യും. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ പരിപാടിക്ക് എതിരെ ഒരു വാട്സാപ്പ്, കൊല്ലം സഖാവ് എന്ന പേരിലുള്ള ഒരു വാട്സാപ്പ് നമ്പറിൽ നിന്ന് നമ്മൾ ഇപ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ RX മീറ്റ് ജനുവരി 11-ാം തീയതി നടക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് അവിടെ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഫാർമസിസ്റ്റുകളെ ഒരു പ്രൊഫഷണലി പ്രോഗ്രാമായിട്ടാണ് ഇത് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് തന്നെ മുൻകൂട്ടി രജിസ്ട്രേഷൻ ഉണ്ട്. ആ രജിസ്ട്രേഷൻ ചെയ്യുന്ന ആളുകൾക്കാണ് ഇതിൽ പങ്കെടുക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ രജിസ്ട്രേഷന് വേണ്ടിയിട്ട് ഞങ്ങൾ ഫീസ് ഈടാക്കുന്നുണ്ട്. ആ ഫീസ് എന്തുകൊണ്ടും ഞങ്ങൾ ഈടാക്കുന്നത് സംഘടനയുടെ അക്കൗണ്ടിലേക്കല്ല, വ്യക്തിപരമായിട്ടും വാങ്ങുന്നുണ്ട്. കാരണം അത് സംഘടനയുടെ തീരുമാനമാണ്, അത് സ്മൂത്തായിട്ട് കാര്യങ്ങൾ നടക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ ഈ പ്രോഗ്രാം വിജയിപ്പിക്കുന്നതിന് വേണ്ടി മുഴുവൻ ഫാർമസിസ്റ്റുകളുടെ പിന്തുണ സംഘടനയ്ക്ക് ലഭിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ പിന്തുണയ്ക്ക് വിപരീതമായിട്ടുള്ള ഒരു രീതിയാണ് ഇപ്പോൾ ഒരു വിഭാഗം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ശ്രദ്ധയിൽപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് സൂചിപ്പിച്ചതേ ഉള്ളൂ. എന്തായാലും നമ്മുടെ ഈ പ്രോഗ്രാം വളരെ ഭംഗിയായിട്ട് പ്രൊഫഷണലി ആയിട്ട് ഈ പ്രോഗ്രാം മുഴുവൻ ജില്ലകളിലും നടത്തണമെന്നാണ് സംഘടന ആലോചിക്കുന്നതും ആഗ്രഹിക്കുന്നതും. അത് അതേപോലെ തന്നെ നടത്താനുള്ള എല്ലാ എഫേർട്ടും സംഘടനയുടെ ലീഡർഷിപ്പ് എടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പരിപാടി നമുക്ക് പ്രൊഫഷണലി നമ്മുടെ നല്ലൊരു പ്രോഗ്രാമായിട്ട് നമ്മൾ നോളജ് അപ്ഡേറ്റ് ചെയ്യുക, നമ്മൾ വിഷയങ്ങൾ ചർച്ച ചെയ്യുക, വിഷയങ്ങളിൽ എങ്ങനെ ഇടപെടണമെന്ന് കണ്ടെത്തുക, അങ്ങനെ മൊത്തം കാര്യങ്ങളുമായിട്ട് നമ്മളൊരു സംഘടിത ശക്തിയാണ് എന്ന് പൊതുജനങ്ങളെയും സർക്കാരിനെയും ഉദ്യോഗസ്ഥലങ്ങളെയും മനസ്സിലാക്കി കൊടുക്കാനുള്ള തരത്തിലുള്ള ഒരു പ്രോഗ്രാമായിട്ട് ഇതിനെ മാറ്റേണ്ടതുണ്ട്. അതുകൊണ്ട് മുഴുവൻ ഫാർമസിസ്റ്റുകളും മറ്റ് വിഷയങ്ങളിലേക്ക്, മറ്റാളുകളൊക്കെ ഇതിൽ ശ്രദ്ധ തിരിക്കുന്നുണ്ട്, അതിൽ നിന്നും പോവാതെ സംഘടനാ പരിപാടികളിൽ കൂടുതൽ സജീവമായി കൊണ്ട് പങ്കെടുക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. താങ്ക് യു.